ഹലോ ഗായ്സ്, എല്ലാവർക്കും ഫിദൂസ് വ്ലോഗിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നബിദിനം ഡേ 2 ആയിട്ടാണ് ഇന്ന് വിടുന്നത്. ഞങ്ങൾക്ക് 2 ദിവസമാണ് പരിപാടിയൊക്കെ ഉണ്ടാവുക. ആദ്യത്തെ ദിവസം റാലി ആയിരിക്കും, രണ്ടാമത്തെ ദിവസം കുട്ടികളെ പരിപാടിയൊക്കെ. ഇവിടെ വെയിലാണ്, അതാണ് ഇങ്ങനെ പിടിക്കുന്നത്. അപ്പം 2 മണിക്കാണ് ഇപ്പോൾ കുട്ടികളെ പരിപാടിയൊക്കെ തുടങ്ങുക. അപ്പം ഞാൻ ഇപ്പോൾ പോവുകയാണ്. ഇവിടെ ആൾക്കാരൊക്കെ വന്നിക്കണോ നോക്കട്ടെ. സെറ്റാണ് കേട്ടോ, ഫുൾ സെറ്റാണ്. പിന്നെ ഞാൻ പോട്ടെ കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് നേർച്ചച്ചോറ്, നെയ്ച്ചോറും ബീഫ് കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. രാവിലെ വരുമ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിരുന്നു. അപ്പം ഇതാണ് കേട്ടോ നെയ്ച്ചോറ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാമത്തെ ദിവസമാണ് നേർച്ച ചോറൊക്കെ കിട്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നു നേർച്ചക്ക് കിട്ടിയിരുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അവിടെ നിന്നാണ് കേട്ടോ അപ്പം കുറച്ച് സൗണ്ട് കേൾക്കണത്. കണ്ടോ, കഴിഞ്ഞു. ഞങ്ങളായിരുന്നു അവിടെ ആദ്യം ചെന്നായിരുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും അവിടെ ഇരുന്നു കേട്ടോ പോയായിരുന്നത്. അപ്പോൾ കാലിയായിരുന്നു അവിടെ. ഞങ്ങളിന്ന് ഫസ്റ്റിന് സ്വാഗതഗാനമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 1-ാം ക്ലാസ് വരെ പാട്ടായിരുന്നു. ഇത് ജിഹാനാണ് പാടുന്നത്. 1-ാം ക്ലാസ് വരെ കഴിഞ്ഞപ്പോൾ 2-ാം ക്ലാസ് വരെ ആയിരുന്നു. 2-ാം ക്ലാസ്സിലത്തെ നാസിമാണ് കേട്ടോ ഇത് പാടുന്നത്. അത് കഴിഞ്ഞപ്പോൾ 3-ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ 4-ാം ക്ലാസ്സിൽ ജസീമായിരുന്നു. അപ്പം അങ്ങനെ ഓനും പാടി. പിന്നെ 4-ാം ക്ലാസ് വരെ ആയിരുന്നു രാവിലെ. അത് കഴിഞ്ഞപ്പോൾ സ്കൗട്ടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ളതൊക്കെ മഗ്‌രിബിക്ക് ശേഷമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 5 മുതൽ ഇനിയുള്ള പരിപാടികളൊക്കെ മഗ്‌രിബിക്ക് ശേഷമാക്കണം. അപ്പോൾ ഞങ്ങളങ്ങനെ പോകും. സ്കൗട്ടിനും ദഫിനും ഫ്ലവർ ഷോക്കും എല്ലാ പാട്ടിനും എല്ലാ പരിപാടികൾക്കും പാട്ടും ഒക്കെ ഇടണമെന്നുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് ആവുള്ളൂ. അത് കാരണമാണ് ഞാൻ പാട്ടൊന്നും ഇടാത്തത് കേട്ടോ. എല്ലാ പരിപാടിക്കും നല്ല സൂപ്പർ പാട്ടുകൾ, നല്ല രസമുണ്ടായിരുന്നു പാട്ടിട്ടിട്ട് ഇത് കാണാൻ. പക്ഷേ അത് പറ്റണില്ല, കോപ്പിറൈറ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇതിനപ്പോൾ പിന്നെ മഗ്‌രിബിക്ക് ശേഷം സ്വാഗതഗാനം തന്നെ ഉണ്ടായിരുന്നു. ഇതിനപ്പോൾ ഉസ്താദിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു. അതിനപ്പോൾ 5-ാം ക്ലാസ് വരെ പാട്ടൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് നാഫിയാണ് പാടുന്നത്. നാഫിക്ക് പ്രസംഗം ഉണ്ടായിരുന്നു, അതാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ 1-ാം ക്ലാസ് വരെ ഫ്ലവർ ഷോ ആയിരുന്നു കേട്ടോ. ഇതിനൊക്കെ നല്ല അടിപൊളി പാട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇടാൻ പറ്റൂല. അപ്പോൾ 1 ഏക്കാരായിട്ട് ഒരു ടീമാണ് ഇത് കളിച്ചത്. ഇത് 2-ാം ക്ലാസ് വരെയാണ്. അപ്പം 2-ാം ക്ലാസ് വരെ ഫ്ലവർ ഷോ ആണിത്. ഇതിൽ ഞാസിമുണ്ട് കേട്ടോ. അത് ഞാൻ നബിദിനം വ്ളോഗിൽ പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഞാൻ ചാനലിട്ടിട്ടുണ്ട്. ഇതൊന്ന് ബീക്കാര ഫ്ലവർ ഷോ ആണ്. 2ാമത്തെ ടീമാണിത്, 1-ാം ക്ലാസ് വരെ. അതാണ് കേട്ടോ. ഇതിൽ ജിഹാനുണ്ട് കേട്ടോ. ഞാനിവരൊക്കെ കാണിക്കുന്നത് നബിദിനം വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം, ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇത് 3-ാം ക്ലാസ് വരെ ഫ്ലവർ ഷോ ആണ്. അങ്ങനെ 6-ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ 7-ാം ക്ലാസ്സാണ്. അതിൽ ഷിയാസാണ് പാടുന്നത്. അത് കഴിഞ്ഞപ്പോൾ ജൂനിയർ ദഫ് ടീമായിരുന്നു. ഇവരെനിക്ക് നബിദിനം വ്ളോഗിൽ കാണിക്കാൻ പറ്റിയില്ല. അത് കാരണം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിൽ ജസീമുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ജസീം. അത് കഴിഞ്ഞപ്പോൾ സീനിയർ ദഫ് ടീമായിരുന്നു. അപ്പോൾ ഇതിൽ ഷിയാസുണ്ട്, ഒക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം. അപ്പം നിങ്ങളൊക്കെ നബിദിനാഘോഷമൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ പറയാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്.
പിന്നെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയായിരുന്നു, ട്രോഫിയും പാത്രവും ഒക്കെ കിട്ടിയായിരുന്നു. എനിക്ക് 6ാം ക്ലാസ്സിൽ ക്ലാസ് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് സ്വലാത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 10 കുട്ടികളിൽ ഒരാളായിരുന്നു ഞാൻ. ഇതൊക്കെയായിരുന്നു എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബായ്.